ഹായ് മക്കളെ, വെറും 22 വയസ്സുള്ള കുറച്ച് കുട്ടികൾ പൈസക്കാരായ കഥ സൊല്ലട്ടുമാ നോക്കിക്കോളെ. എടാ, ഇപ്പം NIT കാലിക്കറ്റ് ഞാനൊക്കെ പഠിച്ച കോളേജ് കേട്ടോ, അവിടെ ക്യാമ്പസ് പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്. ഇപ്പം ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പസ് പ്ലേസ്മെന്റിൽ ഏറ്റവും ഹയസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഒരു വർഷം 64 ലക്ഷം രൂപ, അതായത് മാസം 66 ലക്ഷം രൂപ, മാസം ഏകദേശം 5.5 ലക്ഷം രൂപ സാലറി. ഏത് കമ്പനിയാണ് കൊടുത്ത? മീഷോ. സെക്കൻഡ് ഏതാ വന്നതെന്ന് വെച്ചാൽ 50 ലക്ഷം രൂപ ഒരു വർഷം, ഫ്ലിപ്കാർട്ട്. വെറും 22 വയസ്സുള്ള കുട്ടിക്ക് അടുത്ത വർഷം മുതൽ കിട്ടാൻ പോവാണ് NIT കാലിക്കറ്റ് പഠിച്ചതുകൊണ്ട്. ഇനിയിപ്പോ കഴിഞ്ഞ വർഷത്തെ IIT മദ്രാസിലെ ടോപ്പ് പ്ലേസ്മെന്റ് എത്രയാണോ? 4,30,00,000 രൂപ. ഇപ്പൊ മാസത്തിൽ ഏകദേശം ഒരു 35 ലക്ഷം രൂപ സാലറി. വെറും 22 വയസ്സാകുമ്പോൾ ഈ പയ്യൻ എന്ത് ചെയ്യാണ്? ഏൺ ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ട് ഈ 2 കോളേജ് പഠിച്ചതെന്നുള്ള മെച്ചം കൊണ്ട് മാത്രം? ഇനി ഞാൻ വേറെ കുറച്ച് കഥ പറഞ്ഞട്ടെ. നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ടോപ്പ് സ്റ്റാർട്ടപ്സ് പറഞ്ഞ ഇന്ത്യൻ സ്റ്റാർട്ടപ്സ് ഞാൻ കുറച്ച് പേര് പറഞ്ഞുതരാം. ഫ്ലിപ്കാർട്ട്, മീഷോ, ഓല, എയ്തർ, സൊമാറ്റോ. ഇതിനൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യം എന്താണോ? ഇതിന്റെ ഫൗണ്ടേഴ്സ് ഒക്കെ ഒന്നുകിൽ NITയിലും IITയിലാണ് പഠിച്ചത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ സർ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനിയിപ്പോൾ ഡോക്ടർ ആവുന്നതിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളെ ചുറ്റുപാട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലെ? നിങ്ങളെ ചുറ്റുള്ള ഏതെങ്കിലും ഒരു MBBS ഡോക്ടർ ഇങ്ങനെ EMI അടക്കാൻ കഷ്ടപ്പെട്ട് കാറ് വാങ്ങാതെ ബസ്സിലൊക്കെ ചാടി പിടിച്ച് പോകുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടിട്ടോ? ഇല്ലല്ലേ? അവർക്കും ബൈ ഡിഫോൾട്ട് എന്താണ്, ഏകദേശം ഒരു 1 ലക്ഷം രൂപയൊക്കെ സാലറി അവർക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഈ ടോപ്പ് കോളേജിൽ നിന്ന് പഠിച്ച എഞ്ചിനീയർ ആയാലും ഡോക്ടർ ആയാലും വെറും സാലറി മാത്രമല്ല കേട്ടോ. അതായത് ഒരു NITയിൽ പഠിച്ച എൻ്റെ ഒരു അനുഭവത്തും കൂടെ പറയാണ്, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് മണി. നമുക്ക് എന്താണ്, നമുക്ക് അവിടുന്ന് പഠിച്ചിറങ്ങുമ്പോൾ മുതൽ നല്ല റെസ്പെക്ട് സൊസൈറ്റിയിൽ കിട്ടാറുണ്ട് അല്ലേ? ആൻഡ് അതേപോലെ തന്നെ നല്ല പൊസിഷൻ, ഇപ്പൊ കമ്പനിയിലാണെങ്കിലും കുടുംബത്തിലൊക്കെ ആണെങ്കിലും എന്താ നല്ലൊരു പൊസിഷൻ നമുക്ക് കിട്ടാറുണ്ട്. ആൻഡ് അതിനേക്കാളൊക്കെ ഉപരി എന്താണ്, പൈസയെക്കുറിച്ച് ടെൻഷൻ അടിക്കാതെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഓഫ് ലൈഫും എന്താണ് എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് 22ാമത്തെ വയസ്സ് മുതലേ. ആൻഡ് ഇങ്ങനൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഒരു 15-16 വയസ്സായിരിക്കും, അടുത്തൊരു 6 വർഷത്തിന് ശേഷം ഇതുപോലൊരു ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ. ഓക്കെ, അപ്പം സർ എന്താ സാധാ സ്കൂൾ പഠിച്ചാൽ പോരെ എന്നൊക്കെയുള്ള കുറേ ഡൗട്ട് ഉണ്ടാവും. ആ ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ, നോർമൽ സ്കൂൾ വേഴ്സസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ. സോ പല കുട്ടികൾക്കും ഉള്ള ഒരു ചിന്തയാണെന്ത്, അതായത് സാറേ +1 +2 ടോപ്പിക് തന്നെ ഇതിൽ വരുന്നത്, അപ്പൊ അതുകൊണ്ട് എന്തിനാ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ പഠിക്കുന്നത്, സാധാ സ്കൂൾ പഠിച്ചാൽ പോലെ എന്നുള്ളത്. അതിന്റെ ആൻസർ ഒക്കെയാണ് ഇവിടെ ഞാൻ മെയിൻലി പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയാവുന്ന കേസ് ആയിരിക്കും. നിങ്ങളൊരു ഡോക്ടർ ആവണമെങ്കിൽ എഴുതേണ്ട എക്സാമിന്റെ പേരാണ് നീറ്റ്. അതേപോലെ തന്നെ ഒരു എഞ്ചിനീയർ ആവണമെങ്കിൽ എഴുതേണ്ട എക്സാമിന്റെ പേരാണ്, അല്ലെ NITയിലും IITയിലും പഠിക്കണമെങ്കിൽ, NIT ഓർ IITയിൽ പഠിക്കണമെങ്കിൽ എഴുതേണ്ട എക്സാമിന്റെ പേരാണ് JEE. അപ്പം ഇതിനെ ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ഈ എക്സാമിന്റെ പോർഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ +1 +2 പഠിക്കുന്നതാണ്. നീറ്റ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. JEE ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് പകരം മാത്സ്. അപ്പം സാധാ സ്കൂൾ പഠിച്ചാൽ പോരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ എക്സാമിനാണ് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങളെ LSSഉം USS അല്ലെ NMMS ഒക്കെ പോലെ കരുതിയാൽ മതി. അതായത് ഇപ്പൊ NMMSന്റെ കേസിൽ നിങ്ങൾ 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ടോപ്പിക് തന്നെയാണ് NMMS വരുന്നത്. പക്ഷെ എന്താണ്, ക്വസ്റ്റ്യൻസ് കുറച്ച് ഹയർ ലെവലാ. നിങ്ങൾ പഠിച്ച സ്കൂൾ ടീച്ചർമാർ 7ാം ക്ലാസ് പഠിപ്പിക്കുമ്പോൾ NMMS ലെവലിലാണ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് അല്ലല്ലോ. എന്നാൽ അത് ഒരിക്കലും അവരെ കൊണ്ട് ആവില്ല കേട്ടോ. അതായത് കുറച്ച് കുട്ടികൾ എഴുതുന്ന, ഒരുപാട് ഓപ്ഷനിലുള്ള ഒന്നായിട്ടുള്ള കുറച്ച് കുട്ടികൾ മാത്രം എഴുതുന്ന നീറ്റും JEEക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യൂല, ഒരു സ്കൂളിലും പഠിപ്പിക്കൂല. സാധാ ബോർഡ് എക്സാമിന് വേണ്ടിയാണ് പഠിപ്പിക്കുക. അപ്പോൾ ഒബ്വിയസ്ലി എന്താണ്, ഈ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ സാധാ സ്കൂൾ പഠിച്ചിട്ട് കുട്ടികൾ ഒരു വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന പറയാം അല്ലെ. +2 കഴിഞ്ഞിട്ട് ഒരു വർഷമൊക്കെ എവിടെയെങ്കിലുമൊക്കെ താമസിച്ചിട്ട് പറയാം, അതിന് റിപ്പീറ്റ് എന്ന് പറയാം. ഞാൻ പലപ്പോഴും ഒരു വർഷം പൂർണ്ണമായിട്ട് കളയാ ചെയ്യാം. ഞാൻ 2 വർഷം പഠിച്ച ടോപ്പിക്ക് ഒരു വർഷം കൊണ്ട് പല കുട്ടികൾക്ക് പഠിച്ചു തീർക്കാനാവില്ല. അപ്പോൾ 2 വർഷം 3 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാരൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്, അവിടെ ഡേ 1 മുതൽ നിങ്ങൾക്ക് നീറ്റിനും JEEക്കും വേണ്ടിയിട്ടാണ് ക്ലാസ്സസ് എടുക്കുക. ആൻഡ് ആ ലെവലിലുള്ള ടീച്ചേഴ്സാണ് ക്ലാസ് എടുക്കുകയും ചെയ്യും. ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ നീറ്റ് ബാച്ചിൽ ക്ലാസ് എടുക്കുന്ന ഒരുപാട് ആൾക്കാർ ഡോക്ടർമാരാണ്. അതേപോലെ തന്നെ JEE ബാച്ചിൽ ക്ലാസ് എടുക്കുന്ന ആൾക്കാർ NITയിലും IITയിലൊക്കെ പഠിച്ച ആൾക്കാരാ. അതായത് അവർ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് മാത്രമല്ല, ഈ കടമ്പൊക്കെ ചാടിക്കടന്ന ആൾക്കാരാണ് എഡ്യൂപോർട്ടിന്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ ക്ലാസ് എടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം അതാണ്. സാധാ സ്കൂളിൽ പോയാലും നിങ്ങൾക്ക് നീറ്റ് JEE ലെവൽ ക്ലാസ് നിങ്ങൾക്ക് കിട്ടൂല. ആൻഡ് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം. അപ്പം മാർച്ചിൽ നിങ്ങളെ പരീക്ഷയാണല്ലോ. അപ്പം ഇന്ന് നിങ്ങളോട് പറയടാ, മാർച്ചിൽ നിങ്ങളെ 10ാം ക്ലാസ്സിൽ പഠിച്ച മാത്രമല്ല നിങ്ങൾ 9ലെ പഠിച്ചും കൂടെ ചോദിക്കുന്നുണ്ടെങ്കിൽ കിളി പോകില്ല അല്ലേ. 9ൽ എന്താ പഠിച്ചതെന്ന് പോലും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. നീറ്റ് JEE അതേ അവസ്ഥ. അതായത് നിങ്ങൾ +1ൽ പഠിച്ചത് +1 എക്സാമിനും +2ൽ പഠിച്ചത് മാത്രം +2 എക്സാമിനും ആണെങ്കിൽ നീറ്റിനും JEEക്കും നിങ്ങളുടെ +1ലും +2ലും പഠിച്ച 2 വർഷം പഠിച്ച ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയുമാണ് നീറ്റ് ചോദിക്കുക, ഒരേ വെയിറ്റേജിൽ.
അതായത് നിങ്ങൾ അടുത്ത വർഷം ജൂണിൽ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ എടുക്കുന്ന സംഭവം എന്താണ്, 2026 2028 മെയ്യിൽ നടക്കുന്ന നീറ്റ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഓർത്ത് വെക്കണം, ഓർമ്മിച്ച് വെക്കണം, കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം, ഇക്വേഷൻസ് ഓർമ്മയിൽ വരണം. അപ്പം അതിന് സാധാ രീതിയിൽ ക്ലാസ് എടുത്തോ സാധാ രീതിയിൽ പഠിച്ചാൽ പോലെ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എൻട്രൻസ് കോച്ചിങ് എന്ന് പറയാം. നിങ്ങളൊരു SSLC ട്യൂഷൻ അല്ലെങ്കിൽ ഒരു SSLC കോച്ചിങ് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എന്താണ്, എൻട്രൻസിന് കോച്ചിങ് എന്നാണ്. അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ്. അത് എല്ലാ ദിവസവും നമ്മൾ എന്താ പറയുക, ഇന്റഗ്രേറ്റഡ് സ്കൂൾസിൽ എക്സാം ഉണ്ടാവും. അങ്ങനെ എക്സാം ചെയ്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ 2 വർഷം കഴിയുമ്പോഴും മറന്നു പോവാതിരിക്കുള്ളൂ, ഓർത്ത് വെക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഡെയിലി 6 മണിക്കൂറാണ് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുക. പിന്നെന്താണ്, ഒരു 6 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. നിങ്ങൾ പഠിക്കണം എന്നാൽ മാത്രമേ ഇതുള്ളൂ. അപ്പൊ ആ ഒരു ലെവലുള്ള ഒരു കോച്ചിങ് അറ്റ്മോസ്ഫിയർ ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇന്റഗ്രേറ്റഡ് സ്കൂൾ കിട്ടാൻ പോകുന്നത്. ആൻഡ് മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാട്ടോ, അതായത് ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും. ഇപ്പം നിങ്ങളെ പല കുട്ടികളും എന്താണ്, ഞാനൊരു ആവറേജ് ആണ്, എന്നെ കൊണ്ട് നീറ്റും ചെയ്യൊക്കെ പറ്റും, ഇന്റഗ്രേറ്റഡ് സ്കൂളൊക്കെ താങ്ങുമെന്നൊക്കെ കരുതുന്ന കുട്ടികളോട്, നിങ്ങൾ ആവറേജ് ആവാനുള്ള പ്രധാന റീസൺ എന്താണ്? നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ്? അല്ലല്ലോ, നിങ്ങൾ മെനക്കെടാത്തോണ്ടല്ലടാ. സത്യം പറയും, മെനക്കെടാത്ത കൊണ്ടല്ലേ? ശരിയാണ്. മെനക്കെടാത്തതിന്റെ ഒരു പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ ഫോണിലുള്ള നിങ്ങളെ ഡിസ്ട്രാക്ഷൻ ആണ്. രണ്ടാമത്തെ, നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്ക പഠിക്കേണ്ട സമയത്ത് വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്ക, ബാക്കിയുള്ളവരാരും പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണില്ല. അപ്പൊ അതിന്റെ ഒരു സീരിയസ്നെസ് കിട്ടൂല. പക്ഷെ ഇന്റഗ്രേറ്റഡ് സ്കൂൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫോണിന്റെ ഒരു ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവില്ല. ചുറ്റും എന്താണ്, ഈ ഒരൊറ്റ ലക്ഷ്യവുമായിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ടോപ്പ് കോളേജിൽ അഡ്മിഷൻ കിട്ടണം എന്നുള്ള സ്വപ്നം വന്ന ആൾക്കാരായിരിക്കും. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് എന്ത് ചെയ്യും, നന്നായി പഠിക്കും. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും നിങ്ങളെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തും. ആൻഡ് അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്താ, 2 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സ്വപ്നം, അല്ലെങ്കിൽ 22-ാം വയസ്സെത്തുമ്പോൾ നിങ്ങളെ പേരും നിങ്ങളെ ഫോട്ടോ ഒക്കെ ഒരു പക്ഷേ എന്ത് ചെയ്യും, പത്രത്തിൽ വരും. നിങ്ങളെ കുടുംബം രക്ഷപ്പെടും. അങ്ങനെ രക്ഷപ്പെട്ട, അതായത് NIT കാലിക്കറ്റിന്റെ ക്യാമ്പസിൽ അഡ്മിഷന് വേണ്ടി കാലെടുത്ത് വെച്ച അന്ന് മുതൽ പിന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല, എൻ്റെ വീട്ടുകാർക്കും തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. അതൊക്കെ +1 +2 2 വർഷം ഞാൻ നടത്തിയ കഷ്ടപ്പാടാണ്. സോ അങ്ങനെ 2 വർഷം എല്ലാം മറന്ന് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്തോ, നിങ്ങൾ എഡ്യൂപോർട്ടിന്റെ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ ചേർന്നോ. ആൻഡ് ഒരു കാര്യം കൂടെ ഉണ്ട്, അവിടെ ഒരുപാട് കൂടി സാറേ അതിന് പൈസ ഒരു പ്രശ്നമാണെന്നൊക്കെ കരുതുന്ന ഒരുപാട് ആൾക്കാർ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നമ്മളെ ഫുൾ ഫീസ് കൊടുത്താൽ പോലും ഈ ഒരു സാലറി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് ലാഭാട്ടോ. അതായത് നിങ്ങൾ 2 വർഷം കൊടുക്കുന്ന ഫീസ്, മുഴുവൻ ഫീസും ഒരുപക്ഷെ നിങ്ങൾക്ക് 1 മാസത്തെ സാലറിയിൽ കിട്ടും. അങ്ങനെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ലോകത്ത് ഒരു സാധനത്തിനും ഇല്ല. ഇനി എന്നാലും സാർ ആ ഫീസ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂലോ, എൻ്റെ അച്ഛനമ്മക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ല എന്നുള്ള കരുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ESAT എക്സാം വരുന്നത്. മക്കളെ, ഇതുവരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്റഗ്രേറ്റഡ് സ്കൂൾ കിട്ടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ഈ വീഡിയോ ഒന്നും കൂടെ നിങ്ങളുടെ പാരൻസിനും കൂടെ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് നവംബർ 9-ാം തീയതി നമ്മുടെ ESAT എക്സാം ഉണ്ട്, ഉറപ്പായിട്ട് എഴുതുക. നന്നായിട്ട് പഠിച്ച് മാക്സിമം എഫേർട്ട് എടുത്തിട്ട് എഴുതുക. നല്ല സ്കോളർഷിപ്പ്, ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരു പൈസ പോലും ചിലവാക്കാതെ എന്ത് ചെയ്യാൻ പറ്റും. നമ്മളെ ഫേസ് 1-ൽ ഒത്തിരി കുട്ടികൾ അങ്ങനെ കയറിയിട്ട് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഒരു പൈസ പോലും ചിലവാക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ക്യാമ്പസിൽ പഠിക്കാം. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസിൽ ഏറ്റവും ബെസ്റ്റ് കുട്ടികളുടെ കൂടെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിന്റെ ട്രെയിനിങ്ങോടെ കോച്ചിങ്ങോട് കൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയും ചെയ്യും. 2 വർഷം കഴിഞ്ഞാൽ ടോപ്പ് കോളേജിൽ നിങ്ങൾ എത്തുകയും ചെയ്യും. സോ ഇപ്പം തന്നെ ESAT രജിസ്റ്റർ ചെയ്യുക. ഇത്തവണ ഞങ്ങളൊരു ചെറിയ രജിസ്ട്രേഷൻ ഫീയും കൂടെ വെക്കുന്നുണ്ട്. അതും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പാരൻസിനോട് സംസാരിക്കുക. മാത്രമല്ല, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സും കൂടെ വേണം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ അവർക്കും കൂടെ ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ. അപ്പം നവംബർ 9-ാം തീയതി ഡേറ്റ് മറക്കരുത്. ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യുക, താഴെ കാണുന്ന ലിങ്കിൽ.